3 CSCക്കാർ അച്ഛന്മാർ കൊടുത്ത് പ്രായമുള്ള ഞാനാ. എന്നാൽ അച്ഛനാകുന്നതിന് മുമ്പ് തന്നെ ഞാൻ ചാടി. പരിശുദ്ധാത്മാവിഷം പ്രാപിച്ചു കഴിഞ്ഞ് 1978 പള്ളത്തൊരു CSCക്കാരന്റെ വീട്ടിൽ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വൈഫ് അന്യഭാഷയിൽ സംസാരിക്കുന്ന കേട്ട് പ്രാർത്ഥന കഴിഞ്ഞ് ആ ഭവനത്തിലെ മാത്യു വർഗീസ് സാറിനോട് ഞാൻ പറഞ്ഞു, അനീച്ച നമുക്ക് കുറച്ച് ഞാൻ പ്രാർത്ഥിക്കണം. ഇവരൊക്കെ പറഞ്ഞത് ശരിയാണ്, എനിക്കത് വേണം. ഞങ്ങളെ രാത്രി 9:30 തൊട്ട് 12:30 1 മണി വരെ രാത്രി പ്രാർത്ഥിച്ചു. ഒരു ഫുട്ബോൾ താഴെ വീഴാൻ എങ്ങനെ ബൗൺസ് ചെയ്യുമോ അതുപോലെ ചാടി പൊങ്ങി അതുവരെ ഞാൻ പറഞ്ഞിട്ടില്ലാത്ത ഭാഷയിൽ സംസാരിച്ചു. ഞാനും എന്റെ ഭാര്യയും ആ മാത്യു സാറും അദ്ദേഹത്തിന്റെ ഭാര്യയും ഞാൻ സൺഡേ സ്കൂളിൽ CSCയിൽ പഠിപ്പിച്ച ഒരു ചെറുപ്പക്കാരനും ഉണ്ടായിരുന്നു. പള്ളംകാരാ, എല്ലാവരും പള്ളംകാരാ. 1978 ഈ സംഭവം ഉണ്ടായി. 79 ഞാൻ CSCയിൽ നിന്ന് രാജിവെച്ചു. കോവളം ബീച്ചിൽ എന്നെ ഒരു പെന്തിക്കോസ് പാസ്റ്റർ ഒരു സായിപ്പിന് തർജ്ജമപ്പെടുത്താൻ കഴിവുള്ളവരാരും പെന്തിക്കോസാർ കൊടുത്തില്ല, എന്നെ വിളിച്ചു. ഞാനും ഇപ്പം പ്രയാസം 75 വയസ്സായിരുന്നു. ഒരു ചെസ്റ്റർ ബീസൺ സാഹിബിന്, അദ്ദേഹം പ്രസിഡന്റിന്റെ സെക്രട്ടറി ആയിരുന്നു അവിടുത്തെ വാഷിംഗ്ടൺ DC-യിലെ. എനിവേ ഞാനവിടെ പോയി ആ രാത്രി ദൈവം എന്നോട് ഇടപെട്ടു. റിപ്പന്റ് ആൻഡ് ബി ബാപ്റ്റൈസ്ഡ് ഇൻ ദി നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യു വിൽ റിസീവ് ഫോർഗിവ്നെസ് ഓഫ് സിൻസ് ആൻഡ് ഹോളി സ്പിരിറ്റ്. Acts 2:38 എന്നോട് ദൈവം സംസാരിച്ചു. രാവിലെ പാസ്റ്റർ എന്നെ വിളിച്ച് പാസ്റ്ററോട് ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു വാക്യം കേട്ടു, ഞാൻ പരിശുദ്ധാത്മാവുമായിട്ട് അല്ലെങ്കിൽ എന്നോട് സംസാരിച്ച ദൈവവുമായിട്ട് ഞാൻ ഡയലോഗ് നടത്തി. ഞാൻ റിപ്പന്റ് ചെയ്തോ ഇല്ലോ എന്ന് എനിക്കറിയാൻ പറ്റില്ല. ഞാൻ സ്നാനപ്പെട്ടതാണല്ലോ, എനിക്ക് പരിശുദ്ധാത്മാവും കിട്ടിയല്ലോ, ഇനി എന്തിനാ വേറൊരു സ്നാനം? പാസ്റ്റർ പറഞ്ഞു, അച്ഛാ ഇന്ന് ബീച്ചില് 5-6 പേരെ സ്നാനം, കോവളം ബീച്ചില വലിയ അടിയൊഴുക്കും വലിയ ടൈറ്റ്സ് ഉള്ളിടത്താ. എനിക്കൊരു പേടി, അവിടെ പോയി സ്നാനപ്പെട്ടു ഒഴുക്കിൽപ്പെട്ട് പോയാ പോക്ക. ഏതായാലും പാസ്റ്റർ നല്ല ആരോഗ്യമുള്ള ആളാണ്, ഞാൻ സമ്മതിച്ചു. എന്നാൽ കർത്താവിന്റെ ശബ്ദം കേട്ടതുകൊണ്ടാണ് കേട്ടോ, പാസ്റ്ററെ കണ്ടുകൊണ്ടല്ല. അന്ന് സ്നാനപ്പെട്ടു. പിറ്റേ മാസം CSCയിൽ നിന്ന് രാജിവെച്ചു. ദൈവം കൃപയാൽ എന്നെയും ഈ കഴിഞ്ഞ 27 വർഷങ്ങളായിട്ട് നിലനിർത്തുന്നു. അമേരിക്കയിൽ പോകാനും കുടുംബമായിട്ട് പോകാനും അവിടെ തിയോളജിയിലും ആന്ത്രോപോളജിയിലും ഒക്കെ വലിയ ഡിഗ്രി ഒക്കെ എടുക്കാനൊക്കെ കർത്താവ് സാധിച്ചു. ഈ ഡിഗ്രി ഒന്നും കാര്യമില്ല. BD സലാംപൂരിൽ ഗോൾഡ് മെഡലോടെ പാസ്സായത്. പക്ഷെ അതൊന്നും എല്ലാം ചപ്പും ചവറെന്ന് വേണാനാണ് കർത്താവ് എന്നെ പഠിപ്പിച്ചത്. കാരണം ഈ ഡിഗ്രികളൊന്നുമല്ല, BD അല്ല സിഗരറ്റ് ആയാലും ഗുണമൊന്നുമില്ല. അതിനും വലിയ ചുരുട്ട് വലിക്കുന്ന അച്ഛന്മാരൊക്കെ ഉണ്ട് കേട്ടോ. സോറി, ഞാൻ എന്റെ വലിയ സ്നേഹിതർ 2 കാത്തലിക്സിൽ നിന്ന് വന്ന അച്ഛന്മാരായിരുന്നു. എന്റെ വൈഫ് അമേരിക്കയിൽ വെച്ച് മരിച്ചുപോയി. ഒരു പ്രവാചകയായിട്ട് ദൈവം എടുത്ത് ഉപയോഗിച്ച പത്തനംതിട്ട തോന്നിയാമലക്കാരിയാണ്. ആ സഹോദരിയെ ഞാൻ സ്നാനപ്പെടുത്തിയില്ല. എനിക്ക് മുമ്പേ 3 വർഷം മുമ്പ് ഞാൻ കിട്ടുന്നതിന് മുമ്പ് സ്നാനപ്പെട്ട ആളാണ്. 8 കൊല്ലം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഒരു ദിവസം ഞാൻ തുരുത്തി CSC പള്ളിയിൽ നിന്ന് ഭവന സന്ദർശനം പോയിട്ട് വന്നപ്പോൾ എന്റെ ഭാര്യയുടെ ഒരു പ്രാർത്ഥന കേട്ടു. കർത്താവേ, പ്രിയപ്പെട്ട എന്റെ ഭർത്താവ് എന്റെ ദാസനെ അവിടുന്ന് ടച്ച് ചെയ്യണമേ. ആ പ്രാർത്ഥന ദൈവം കേട്ടു. ഇന്ന് ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കപ്പെട്ടുവെങ്കിലും ആ പ്രിയപ്പെട്ട 8 വർഷത്തെ പ്രാർത്ഥന ദൈവം കേട്ടു. ഞാൻ സ്നാനപ്പെട്ടു, CSC റിസൈൻ ചെയ്തു. അമേരിക്കയ്ക്ക് പോകാൻ ദൈവം ഒരു വഴിയൊരുക്കി. അവിടെ പോയി MTH ഡോക്ടറേറ്റും ഒക്കെ എടുത്തു. 1995 ഓഗസ്റ്റ് മാസം 12-ാം തീയതി ഞങ്ങളൊരു വീട്ടിലേക്ക് ഡിന്നറിന് പോവുകയാണ്. അതിന്റെ തലേ മാസം ഡോക്ടറേറ്റ് ഒക്കെ എടുത്തിട്ട് ഗ്രാജുവേഷൻ സർവീസ് എല്ലാം കഴിഞ്ഞ് എല്ലാം പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്നാൽ ഒരു മദാമയ്ക്ക് വേണ്ടി, ഒരു മൂവിയിലൊക്കെ അഭിനയിച്ചൊരു മദാമയ്ക്ക് വേണ്ടി, ആൻഡ്രിയ എന്നാണ് അവളുടെ പേര്, എന്റെ വൈഫ് പലപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. ഞങ്ങൾ പഠിച്ച കോളേജിന്റെ ക്യാമ്പസിൽ പ്രാർത്ഥിക്കുമായിരുന്നു. ഈ സഹോദരി അവർ താമസിക്കുന്ന വീട്ടിലേക്ക് ഞങ്ങളെ ഡിന്നറിന് വിളിച്ചു. അവിടേക്ക് ഞാൻ എന്റെ കാർ ഡ്രൈവ് ചെയ്തുകൊണ്ട് പോയപ്പോൾ, ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കോളേജിന്റെ അടുത്ത ജംഗ്ഷനിലായപ്പോൾ വേറൊരു അമേരിക്കക്കാർ ലേഡി റെഡ് ലൈറ്റിലെ ലൈൻ ക്രോസ് ചെയ്ത്, റോഡ് ക്രോസ് ചെയ്ത് ഞങ്ങളുടെ കാറിനിട്ട് ഇടിച്ച കാർ ചമ്മന്തിപ്പരുമായി. അതിൽ യാത്ര ചെയ്ത ആരും ജീവനോടെ വെളിയിൽ വന്നു കാണുകയില്ലെന്ന് കണ്ടു നിന്നവരൊക്കെ പറഞ്ഞു. എന്നാൽ ദൈവം എന്നെ പിന്നെയും ഹി സ്പെയർഡ് മൈ ലൈഫ് അഗെയിൻ. എന്നെ വിളിച്ചില്ല. ഇത്ര വിശ്വസ്തയായിട്ട് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ട് എന്റെ ഭാര്യയെ ദൈവം വിളിച്ചു. എന്നാൽ ഞാൻ ദൈവത്തെ ചോദ്യം ചെയ്യാതിരിക്കാൻ എന്നെ അബോധാവസ്ഥയിലാക്കി. 5 ദിവസം അബോധാവസ്ഥയിൽ ഞാൻ കിടന്നു ആശുപത്രിയിൽ. ആ കിടന്ന് 16 ദിവസം കിടന്നു, 5 ദിവസം അബോധാവസ്ഥയിലും. പിന്നീട് ശരീരം മുഴുവൻ ട്യൂബ്സ് ഇട്ട് കിടക്കുകയാണ്. 6 വാരിയിൽ ചതഞ്ഞുപോയി. ഇൻഡസ്ട്രിന്റെ അണ്ടറേഞ്ച് മുറിച്ച് കുത്തി കെട്ടി വെച്ചിരിക്കുകയാണ്. അബ്ഡോമൻ കൊളാപ്സ് ആയി. ബട്ട് സ്റ്റിൽ ഐ വാസ് ലിവിംഗ്. And I heard a voice, Son of man, behold, I take away the desire of your eyes at a stroke. Don't cry or mourn in front of people. മനുഷ്യപുത്ര, അതിന് കണ്ണിൻ ആനന്ദമായവളെ ഒറ്റയടിയാൽ ഞാൻ നിന്നിൽ നിന്ന് മാറ്റും, നീ കരയുകയോ വിലപിക്കുകയോ ചെയ്യരുത്. SK പ്രവാചകനോട്
പഴയ നിയമകാലത്ത് പ്രവാചകൻ, ദൈവത്തിന്റെ അടയാളമായിരുന്ന പ്രവാചകനോട് ദൈവം പറഞ്ഞ അതേ വാക്യം എന്നോട് ദൈവം സംസാരിച്ചു. എന്നെ പഠിപ്പിച്ച മാർത്തോമയിലെ അച്ഛന്റെ മകൻ സഫീർ അത്യാൽ, ഇപ്പൊ തിരുവല്ലയിൽ താമസിക്കുന്നത്, അദ്ദേഹം എന്നെ കാണാൻ അദ്ദേഹവും അദ്ദേഹത്തിന്റെ മകനും ഒക്കെ വന്നപ്പോൾ എന്റെ മകനും അദ്ദേഹത്തിന്റെ മകനോട് അദ്ദേഹം പറഞ്ഞനുസരിച്ച് നേഴ്സുമാരുടെ മുറിയിൽ പോയി വേദവസ്തം മേടിച്ചിട്ട് വരാൻ പറഞ്ഞു. അദ്ദേഹം തുറന്ന് ഞാൻ പറഞ്ഞ വാക്യം റെഫറൻസ് സഹിതം പറഞ്ഞു. എസ്കേൽ 24:16 ഹി റെഡ് ഇൻ ഇംഗ്ലീഷ്. അത് കഴിഞ്ഞ് മെമ്മോറിയൽ സർവീസ് നടത്തുമ്പോൾ അദ്ദേഹം പ്രസംഗിക്കുകയാണ്. When Joseph told about this, I couldn't believe. I told several achans. Most of them are in Marthoma Church and various other denominations. But when Joseph told that, I couldn't believe it. But it happened like that. അദ്ദേഹം ആദ്യമായിട്ട് താഴെ ഇരുന്ന് പ്രാർത്ഥിച്ച് എന്റെ വൈഫിനെ അവരുടെ വീട്ടിൽ വിളിച്ച് പ്രാർത്ഥിക്കായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയും ഞാൻ ഒന്നിച്ച് PhD പഠിക്കുകയായിരുന്നു. ആദ്യമായിട്ട് നിലത്തിരുന്ന് പ്രാർത്ഥിച്ച അന്നാണെന്ന് അദ്ദേഹം പറഞ്ഞു മെമ്മോറിയൽ സർവീസിന്. അപ്പോൾ ദൈവം സംസാരിക്കും, ദൈവം നമ്മോട് ഇടപെടും. ദൈവ ശബ്ദം കേൾപ്പാനായിട്ട് നമ്മൾ കാതുകളെ കുറിപ്പിച്ചാൽ ദൈവം നമ്മോട് സംസാരിക്കുന്ന ദൈവമാണ്. ഞാൻ 3-4 പ്രാവശ്യം ദൈവശബ്ദം കേട്ടിട്ടുള്ളൂ. ഓരോ പ്രാവശ്യം കേട്ടത് അനുസരിച്ചുകൊണ്ട് അതെനിക്ക് ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തീർന്നു. അത് മറുതരിച്ചു പോയിരുന്നെങ്കിൽ ഞാൻ നിത്യനാശത്തിലായിപ്പോയനെ. എന്റെ സഹോദരന്മാർ 4 പേർ, ഞങ്ങൾ 4 ആണുങ്ങളാണ്, ഒരു പെങ്ങളാണ്. പെങ്ങളുടെ ഭർത്താവ് അച്ഛനാണ്. അവരെല്ലാം CSIയിലെ ഓരോ ചുമതല വഹിക്കുന്നത്. എന്റെ ഫാദർ കൈക്കാരനും പാഠം വായിക്കുന്നതിനും ഒക്കെ ആയിരുന്നു 25 വർഷക്കാലം, 75 വയസ്സ് വരെ. അദ്ദേഹം 96 വയസ്സിൽ മരിച്ചു. അദ്ദേഹം എന്റെ അപ്പനും അമ്മയും മരിച്ചപ്പോഴും ഞാൻ അമേരിക്കയിൽ നിന്ന് വരാൻ പറ്റിയില്ല. അതിന്റെ തലേമാസം വരാനും അവരെ കാണുവാനും സ്നാനത്തെക്കുറിച്ച് അവരോട് പറയുവാനും അപ്പച്ചൻ സ്നാനം സമ്മതിച്ചു. 90 വയസ്സ് എന്നെ കൊണ്ട് സ്നാനപ്പെടുത്തും, മോനെ ഇത് ശരിയാണെങ്കിൽ എന്നെ സ്നാനപ്പെടുത്താൻ പറഞ്ഞു. എന്നാല് കൂനൊക്കെ ആയി മരണത്തോടെടുത്തിരിക്കുക. ഞാൻ സ്നാനപ്പെടുത്തി എന്റെ സഹോദരന്മാർ എന്നെ വെച്ചേക്കുകയില്ല. അതുകൊണ്ട് ഞാൻ അതിനൊന്നും തുനിഞ്ഞില്ല. ദൈവം അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം കാണുന്നുണ്ട്, നിത്യതയെ കാണുമെന്നിരിക്കുന്ന വിശ്വാസവുമുണ്ട്. പ്രിയ ദൈവമക്കളെ, നമ്മൾ പെന്തിക്കോസ്തരായ എന്ന് പറഞ്ഞുകൊണ്ട് യാതൊരു അർത്ഥവുമില്ല. സ്നാനപ്പെട്ട് നിർജ്ജീവ പ്രവൃത്തിയിൽ നിന്ന് മാനസാന്തര, ദൈവത്തിലുള്ള വിശ്വാസം, സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം, മരിച്ചവരുടെ പുനരുദ്ധാനം, നിത്യശിക്ഷാവിധി, ഇങ്ങനെ ആദ്യ പാഠങ്ങൾ നിൽക്കാതെ പരിജ്ഞാന പൂർത്തി പ്രാപിക്കാനാണ് വചനം പറയുന്നത്. എന്താ പരിജ്ഞാന പൂർത്തി? ക്രിസ്തുവാകുന്ന തലയോളം എല്ലാറ്റിനും വളരുവാനായിട്ട് നമുക്ക് കഴിഞ്ഞെങ്കിൽ മാത്രമേ. ബി പെർഫെക്റ്റ് ആസ് യുവർ ഫാദർ ഇൻ ഹെവൻ ഈസ് പെർഫെക്റ്റ്. നിങ്ങളുടെ പിതാവ് സൽഗുണപൂർണ്ണരായിരിക്കുന്ന പോലെ നിങ്ങളും സൽഗുണപൂർണ്ണരായിരിക്കും. ഒരു ഡിനോമിനേഷൻ നമ്മൾ രക്ഷിക്കുകയില്ല, ഒരു മതവും നമ്മൾ രക്ഷിക്കുകയില്ല. രക്ഷിപ്പാനായിട്ട് സ്വർഗസിംഹങ്ങളെ വിളിച്ച് താണഭൂമിയിലേക്ക് വന്ന് തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായിട്ട് യേശു മാത്രമേ നമ്മൾ രക്ഷിക്കുകയുള്ളൂ. ആ യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് യേശുവിനെ യഥാർത്ഥത്തിൽ പിൻപറ്റുവാനും. എന്നെ എപ്പോഴും വളരെ സന്തോഷിക്കുന്ന ഒരു വാക്യം പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട്. ലുക്ക് അൺടു ജീസസ്, ദ ഓഥർ ആൻഡ് ഫിനിഷർ ഓഫ് യുവർ ഫെയ്ത്ത്. തന്റെ മരണത്തിന് മുമ്പായിട്ട് യാക്കോബ് ചട്ടുകാരനായിട്ടാണ് യാക്കോബ്, സൂത്രശാലിയായിരുന്നു, സപ്ലാന്റർ, ഡിസീവർ ആയിരുന്നു യാക്കോബ്. അവസാനം ഹി വാസ്, ഇങ്ങനെയാ എഴുതിയിരിക്കുന്നത് എബ്രായ ലേഖനത്തില്, എനിക്ക് തോന്നുന്നു 11:24 ജേക്കബ് when he was dying, he was leaning on the top of his staff and worshipped God. തന്റെ ആ തൂണ് അല്ലെങ്കിൽ താൻ ചാരിക്കൊണ്ട് നടന്ന ആ കാലുണ്ടല്ലോ, ആ ലാഡറിൽ ചാരി നിന്നുകൊണ്ട് ഒരു വർഷിപ്പ്. ചട്ടുകാലിനും വർഷിപ്പ് ചെയ്യാൻ പറ്റിയ എങ്ങനെയാ? ഒരു വഞ്ചകൻ, ഒരു സൂത്രശാലിയായിരുന്നു ജേക്കബിന് എങ്ങനെ വർഷിപ്പ് ചെയ്യാൻ സാധിച്ചു? ദൈവം എന്നെ തൊട്ടു, ദൈവം എന്നെ പിടിച്ചു, ദൈവം നമ്മളെ എല്ലാവരെയും തൊട്ടു, ദൈവം നമ്മളെ പിടിച്ചു, നമ്മളെ വിളിച്ച് വേർതിരിച്ചു. ഓമനെ പേർച്ചില്ല, നമ്മളെ വിളിച്ച് വേർതിരിച്ചു കർത്താവ്. നമ്മളെ ഈ ഭൂമിയിൽ നിലനിർത്താൻ എത്ര ആയുസ് നമുക്ക് നീട്ടിത്തരുന്നു, അവിടെ മുഴുവനും ആയുസിന്റെ അവസാന നിമിഷം വരെയും കർത്താവിന്റെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഒരു കുഞ്ഞിനെയെങ്കിലും നമ്മളുടെ ആശ്വാസ വചനങ്ങൾ കൊണ്ട്, ദൈവവചനങ്ങൾ കൊണ്ട് ഈ സത്യപാതയിലേക്ക് നയിപ്പാൻ കഴിയുന്നെങ്കിൽ സ്വർഗം സന്തോഷിക്കും. അതിനുവേണ്ടി ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ.